ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസിവർ. നമ്മുടെ ഇപ്പം ഡോക്ടർ പ്രീതൻ ഉണ്ട്. ഡോക്ടറുടെ അടുത്ത് ഞാൻ ഒരിക്കൽ അന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് എന്താ പറയാ, ലോകത്ത് എൻസൈക്ലോപീഡിയ, ഞാൻ ആ വാക്കാണ് കറക്റ്റായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പം നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, എത്ര കണ്ടാലും മതി വരാത്ത 2-3 കാര്യങ്ങളുണ്ടെന്ന് ഡോക്ടർ ഇപ്പൊ എന്നോട് പറഞ്ഞിരുന്നു. അതിലൊന്നാണ് ആന, കടല്, കുട്ടികൾ, അല്ലെ? അതെ, എത്ര കണ്ടാലും നമുക്ക് അത്ഭുതമാണ്. അവർ കാണിക്കുന്ന ഓരോ അവരുടെ ആക്ഷൻസും എല്ലാം നമുക്ക് അത്ഭുതമാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഡോക്ടറുടെ അടുത്ത് ഒരുപാട് ആനയെക്കുറിച്ചുള്ള ബുക്സും അതിനെക്കുറിച്ചുള്ള കട്ടിങ്സും ഒക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള പുരാണങ്ങളും അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയാം. ഹലോ ഡോക്ടർ. നമുക്ക് ആനകളെക്കുറിച്ച് ഒരുപാട് അറിവുകൾ, ആനകളെ കണ്ടാൽ പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എങ്കിൽ ഇതിൻ്റെ ഒരു ശാസ്ത്രീയത, ആനകളെക്കുറിച്ചുള്ള മറ്റ് അനാട്ടമിക്കലായിട്ടുള്ള അതിൻ്റെ പ്രത്യേകത, മറ്റ് ജീവികളിൽ നിന്ന് തന്നെ വേറിട്ട് നിർത്തുന്ന ചില ഘടകങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് കൂടുതൽ പ്രതിപാദിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മിത്തോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് മുതൽ തുടങ്ങാം. ആനയുടെ ഉൽപ്പത്തി തന്നെ പുരാണങ്ങളിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ നിന്ന്, മനുഷ്യൻ്റെ പോലെ തന്നെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ നിന്നാണ്. ബ്രഹ്മാവ് ഒരിക്കൽ കളിമണ്ണെടുത്ത് കുഴച്ചിട്ടൊരു രൂപം പോലെ ഉണ്ടാക്കി. ഈ കളിമണ്ണിൻ്റെ ഈ ഉണ്ട പോലത്തെ ആ കളിമണ്ണ് കശ്യപ പ്രജാപതിയുടെ ഭാര്യ അതിഥി ഇത് വിഴുങ്ങിയിട്ട് അവരുടെ വയറ്റിൽ ചെന്ന് അവരുടെ ഗർഭത്തിൽ 1000 വർഷം കിടന്നു. 1000 വർഷം കിടന്നിട്ട് അത് പ്രസവിച്ച അതിഥിയുടെ അത് രണ്ടായിട്ട് മുറിഞ്ഞു. ഡെലിവറി നടന്ന് താഴത്തേക്ക് വീണ് രണ്ടായിട്ട് മുറിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗം ആദിത്യനും മറ്റൊരു ഭാഗം ആനയുമായി മാറിയെന്നാണ് നമ്മുടെ പുരാണത്തിൽ. അതിനകത്തുനിന്ന് തന്നെ ബ്രഹ്മാവ് വീണ്ടും ആ ഒരു ആനയായി മാറിയ കഷ്ണത്തിൽ നിന്നാണ് 4 കൊമ്പുള്ള ചിറകുകളുള്ള വെളുത്ത നിറമുള്ള ഐരാവതത്തെയും പിന്നെ ഒരു പിടിയാനയെ, ആ പിടിയാനയുടെ പേര് അഭ്രജ എന്ന് പറഞ്ഞൊരു പിടിയാനയും സൃഷ്ടിച്ചു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ അതിനകത്ത് പിന്നീട് ഇപ്പോഴുള്ള ആനകളൊക്കെ അങ്ങനെ അന്നുണ്ടായ 7 ആനകളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴത്തെ ആനകൾ എന്നൊക്കെയാണ് നമ്മുടെ പുരാണങ്ങൾ. അപ്പോൾ പുരാണകാലം മുതലേ ആനകൾ പ്രസിദ്ധമാണ്. ഇന്ദ്രന്റെ വാഹനമാണ് ഐരാവതം. അങ്ങനെ ദേവന്മാരുടെ രാജാവ് ഇന്ദ്രന്റെ. പിന്നെ ആനയുടെ മിത്തോളജിക്കലായിട്ട് ആനയൊരു ഗണപതി സങ്കല്പത്തിൽ വലിയ തലയും വലിയ ചെവിയും ഒക്കെ ഉള്ള ഗണപതിയുടെ സങ്കല്പത്തിൽ തന്നെ അത്രയും ബുദ്ധിയുണ്ട്. ആനയ്ക്ക് അത്ര ബുദ്ധിയുണ്ടെന്നല്ല, അത്രയും ബൗദ്ധികമായതുകൊണ്ട് ചെറിയ കണ്ണുകളാണെങ്കിലും സൂക്ഷ്മമായിട്ടെല്ലാം ദർശിക്കാനുള്ള കഴിവുകളുണ്ട്. വലിയ ചെവിയിലൂടെ ലോകത്തുള്ള എല്ലാ അറിവുകളും സ്വാംശീകരിക്കും. ഇതൊക്കെയാണ് ഗണപതിയുടെ ഒരു. അപ്പൊ ആനയ്ക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ, ആനയ്ക്ക് ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധി ഉണ്ടെന്നാണ് പൂർണ്ണ വളർച്ചയെത്തിയ ആനയ്ക്ക് 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിയായിട്ടാണ് പൊതുവെ പറയുന്നത്. ഇത് കൂടാതെ ഇപ്പൊ ആനയുടെ അനാട്ടമിക്കലായിട്ട് ഞാൻ പറഞ്ഞു ഒരു കുറെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞത്, ആനയുടെ 4 കാലുകളിൽ, ഈ 4 കാലുകളിൽ മുന്നോട്ട് ഫോർവേഡ് ലീൻ ചെയ്യുന്ന ആകെ ഒരേ ഒരു ജീവി ആന മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ പശു, നായ്ക്കൾ അല്ലെങ്കിൽ ബാക്കി പൂച്ചയുടെയൊക്കെ പുറകോട്ടാണ് വളയുന്നത്. ആനയുടെ എല്ലാ കാലുകളും മുന്നോട്ട് മാത്രമാണ് വളയുന്നത്. അതാണ് ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ആനയ്ക്ക് ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചി, ഗോൾ ബ്ലാഡർ ഇല്ല. ആനയുടെ ആമാശയത്തിന്റെ ഇൻഡസ്റ്റൈൻ്റെ ലെങ്ത് 150 അടി നീളമുണ്ട്. അപ്പൊ ആനയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ, മറ്റസുഖങ്ങളെക്കാൾ എരണ്ടക്കെട്ടെന്ന് പൊതുവെ എല്ലാവരും പറയുന്ന ആനയുടെ കോൺസ്റ്റിപ്പേഷൻ. ആനയ്ക്ക് മലബന്ധം വന്നാൽ ആന സാധാരണ ചരിഞ്ഞു പോകും. അതിൻ്റെ ആ ഇൻഡസ്റ്റൈൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ആനയുടെ മർമ്മങ്ങൾ 107 മർമ്മങ്ങൾ ഉണ്ടെന്നാണ് അഗസ്ത്യന്റെ പ്രകാരം 107 മർമ്മങ്ങൾ ആനയുടെ ശരീരത്തിലുണ്ട്. ഇതിനകത്ത് ആനയുടെ ഒരു മർമ്മം ഈ മസ്തകത്തിന്റെ മുകളിലുള്ള ഒരു മർമ്മത്തിൽ ഊതിയാൽ പോലും ആനയ്ക്ക് വേദനയെടുക്കും. അപ്പൊ അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതുപോലെ തന്നെ ആനയുടെ പല്ലുകൾക്കും ഒക്കെ ഒരുപാട് ഓരോ അവയവങ്ങൾക്കും ഉള്ള ഓരോരോ പ്രത്യേകതകളുണ്ട്. ആനയുടെ കാഴ്ചകൾ താരതമ്യേന കുറവ്. അതിനേക്കാളും ആനയ്ക്ക് ഘ്രാണശക്തിയാണ്. ആനയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ മനുഷ്യരെക്കാളും മറ്റു ജീവികളെക്കാളും ഒക്കെ ഒരു 2 കിലോമീറ്റർ അകലെയുള്ള
സ്മെല്ല് തന്നെ ആന പെർസെപ്ഷൻ. അതുകൊണ്ടാണ് കാട്ടിലൊക്കെ പോകുമ്പോൾ പെർഫ്യൂം ഒരിക്കലും അടിച്ചിട്ട് പോകരുത്. കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ചേ പോകാവുള്ളൂ. ആനയുള്ള കാടുകളിലൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് ആനയ്ക്ക് ക്യാച്ച് ചെയ്യാനായിട്ട്, സ്മെൽ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാവരും വിചാരിക്കും ആന ചെവി ആട്ടുന്നത് മേളം വലിയ ആസ്വദിക്കുന്നതാണെന്നൊക്കെ വരിക. അത് ഒരിക്കലും അല്ല. ആനയുടെ ശരീരോഷ്മാവ് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ആന ചെവി ആട്ടുന്നത്. അപ്പൊ ചെവി ആട്ടുമ്പോൾ ആനയുടെ ചെവിക്കകത്ത് ഒരുപാട് ആർട്ടറികളും ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആനയ്ക്ക് ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ ഇഞ്ചക്ഷൻ പോലും ചെയ്യുന്ന ആനയുടെ ചെവിയിലുള്ള ബ്ലഡ് വെസലിലോട്ടൊക്കെ ഇഞ്ചക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ആനയുടെ ചെവി ആട്ടാത്ത ആനയും കണ്ണിമ ചിമ്മാത്ത ആനയും ഏറ്റവും അപകടകാരികളായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് ആനയുടെ ലക്ഷണശാസ്ത്രം വെച്ചുകൊണ്ട് ഇതിനെ ഇങ്ങനെയുള്ള ആനകളെ ഒന്നും ഒരിക്കലും മെരുക്കി എടുക്കാൻ പാടില്ല. ചെവി അനക്കാതെ നിൽക്കുന്ന ആനയും കണ്ണിന്റെ മിഴി ചലിപ്പിക്കാതെ നിൽക്കുന്ന ആനയും ഒറ്റ നോട്ടത്തിൽ അതൊക്കെയാണ് ആനയുടെ. അതുപോലെ തന്നെ അതിന്റെ തുമ്പിക്കൈയുടെ തുമ്പ് ഒരു ത്രികോണാകൃതിയിലുള്ള വളരെ ലക്ഷണയുക്തമായ ആനയായിട്ട് പൊതുവെ പറയും. ആനയുടെ ഏറ്റവും നല്ലൊരു ലക്ഷണമായിട്ടാണ്. അപ്പൊ ആനയുടെ സെറ്റ്, ഇതിന്റെ സെറ്റ് ഗ്ലാൻസ് സ്കിന്ന് വളരെ കട്ടിയുള്ളതാണ്. അപ്പൊ ഇതിന് ഒരിക്കലും വേർപ്പുണ്ടാകില്ല. അപ്പൊ ആനയുടെ ഈ വേർപ്പ് ശരീരത്തിന്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ആന ഈ ചെവിയാട്ടുന്നത്. അതുപോലെ തന്നെ അതിന്റെ തുമ്പിക്കൈയിൽ നിന്ന് ഇങ്ങനെ ജലാംശം പുറത്തേക്ക് പോകുന്നതും അതിന്റെ ഒരു വേർപ്പായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ചൂട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് ആനയെ പകല് കൂടുതൽ എഴുന്നള്ളിപ്പിക്കരുത്. നമ്മൾ അശാസ്ത്രീയമായിട്ടൊക്കെയാണ് ആനയെ റോഡ് വഴി നടത്തിക്കൊണ്ട് പോകുന്നു. ആനയുടെ സ്കിന്നിന് ഒരുപാട് കട്ടിയുണ്ട്. അപ്പൊ ഇതിനകത്ത് സെബേഷ്യസ് സെറ്റ് ഗ്ലാൻസ് കുറവായതുകൊണ്ട്, സെറ്റ് ഗ്ലാൻസ് വളരെ കുറവാണ്. അതിന്റെ കാലിലെ നഖങ്ങളുടെ ഇടയിലാണ് ആകെ സെറ്റ് ഗ്ലാൻസ് ഉള്ളത്. അതിലൂടെ മാത്രമേ പുറത്തേക്ക് വേർത്ത് പോവുള്ളൂ. അപ്പൊ അതിന്റെ ശരീരത്തിന് വളരെ ഊഷ്മാവ് കൂടുതലാണ്. പിന്നെ അതിന്റെ നിറം കറുപ്പായതുകൊണ്ട് വെയിലത്ത് നിൽക്കുമ്പോൾ ആഗിരണം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു ദിവസം ആന 250 ലിറ്ററോളം വെള്ളം കുടിക്കുകയും ചെയ്യണം. ഏകദേശം ഫൈബ്രസ് കണ്ടന്റ് ഉള്ള 200-250 കിലോ ഭക്ഷണം ആനയ്ക്കുള്ളിലേക്ക് ചെല്ലുകയും ചെയ്യണം. അപ്പൊ അത്രത്തോളം ജലാംശം ചെല്ലുകയും അതിന്റെ മൂത്രമായിട്ടൊരു 50 ലിറ്റർ മൂത്രമൊക്കെയാണ് ഒരു ദിവസം ആരോഗ്യവാനായിട്ടുള്ള ഒരു ആന പുറത്തേക്ക് യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് കൂടാതെ തന്നെ ആനയുടെ പല്ലുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മിൽക്ക് ടീത്ത്, പെർമനന്റ് ടീത്ത് എന്നൊക്കെ പറഞ്ഞ ചെറിയ നമുക്ക് ആദ്യം കുട്ടിക്കാലത്ത് ഒരു പല്ല് വരും, അത് കൊഴിഞ്ഞു പോയിട്ട് പെർമനന്റ്. ആനയുടെ അണപ്പല്ലിന്റെ നീളം ഏകദേശം ഒരടി നീളം വരും. അതിനെ റിങ്കിൾസ് പോലെയാണ് ഇരിക്കും. അപ്പൊ ആന ഈ വലിയ പനമ്പട്ടയൊക്കെ ചവച്ച് തിന്നുമ്പോൾ തേയ്മാനം സംഭവിക്കും. അങ്ങനെ 6 തവണയാണ് ആനയുടെ പല്ലുകൾ റീഒക്കർ ചെയ്യുന്നത്. അത് പുറകിൽ നിന്ന് മുന്നോട്ടാണ് വളരുന്നത്. അപ്പോൾ ഒരു അറ്റത്തുള്ള ഭാഗം തേഞ്ഞു പോകുമ്പോൾ പിന്നീട് മുന്നോട്ട് അങ്ങനെ ആനയുടെ ആയുഷ്കാലത്തിൽ ഏകദേശം പല്ല് മുന്നോട്ട് നമുക്ക് അടിയിൽ നിന്ന് വളരുന്ന പോലെ ആനയ്ക്ക് മുന്നോട്ടാണ്. അപ്പൊ എത്രത്തോളം ഫോൾഡുകൾ പോയിട്ടുണ്ടെന്നുള്ളതിന്റെ വെച്ചുകൊണ്ട് ആനയുടെ പ്രായം അങ്ങനെ പോലും കണക്കാക്കാൻ പറ്റും. അതിലെ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്ക് അങ്ങനെ പോലും പറ്റും. അതുപോലെ തന്നെയാണ് ആനയുടെ തുമ്പിക്കൈയിലുള്ള ആ ഒരു കളർ, റോസ് കളർ, ആ കളറ് കൂടി വരുമ്പോൾ ആനയ്ക്ക് പ്രായം കൂടി വരുന്നു എന്നുള്ളതിന്റെ ലക്ഷണം. യൗവന അവസ്ഥയിൽ വളരെ കുറവായിരിക്കും, പ്രായം കൂടുതൽ വരുമ്പോൾ അത് അങ്ങനെയൊക്കെയാണ് ആനയുടെ ഓരോ പ്രായം കൂടി വരുന്നു. ബ്ലാക്കിന്റെ സ്ഥാനത്ത് റോസ് കളർ പോലത്തെ ഡോട്ട് നമ്മൾ ആനയെ കാണുമ്പോൾ അറിയാം. അപ്പൊ അത് മതപ്പാടൊക്കെ ശരിക്കും ഒരു ഗ്ലാൻഡ്, കണ്ണിന്റെയും ചെവിയുടെ ഇടയിലുള്ള ചെറിയൊരു ഗ്ലാൻഡ്. അല്ലല്ല, ആനയുടെ കണ്ണിന്റെയും ചെവിയുടെ ഇടയ്ക്കുള്ള ചെറിയൊരു ആ ഹോളിലൂടെ മതപ്പാടുള്ളപ്പോ ഇങ്ങനെ ഊസ് ചെയ്ത് വരുന്നുണ്ട്. അത് അതിന്റെ സെക്ഷൽ ആയിട്ടുള്ള ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതാണ് ഏഷ്യൻ ആനകളിൽ ഒരിക്കലും പിടിയാനയ്ക്ക് മതം കൂട്ടില്ല. ആഫ്രിക്കൻ ആനകളിൽ ഈ മതപ്പാടുണ്ടാകുന്നത് ശരിക്കും ആണാനകളിലും പെണ്ണാനകളിലും ആഫ്രിക്കൻ ആനകളിൽ മതപ്പാടുണ്ടാകാറുണ്ട്. ആഫ്രിക്കൻ ആനകളുടെ പ്രത്യേകതയും അത് പിടിയാനകൾക്കും കൊമ്പുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഏഷ്യൻ ആനകൾക്ക് കൊമ്പനാനകൾക്കുള്ളു അത് കൊമ്പില്ലാത്ത പുരുഷ ആനകളാണ് മോഴകൾ എന്ന് പറയുന്നത്. നമ്മൾ മോഴയാന എന്ന് പറയുന്നത് എപ്പോഴും അതിന് കൊമ്പുണ്ടാകില്ല. അപ്പൊ അത് നമ്മളെ എന്താ പറയുക, ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു വ്യത്യാസമുള്ള ഒരു സൈസ് ആനകളാണ്. അതുപോലെ തന്നെ ഈ ആനയുടെ ഈ ആനകൾക്ക് അതായത് മെയിലായിട്ടുള്ള എലിഫൻസിന്റെ ഇതുപോലെ മതപ്പാട് പോലെ തന്നെ ഫീമെയിൽ എലിഫൻസിനും ഒരു 3 മാസം 4 മാസത്തിൽ ഒരിക്കൽ നമ്മുടെ ലേഡീസിന് മെൻസ്ട്രൽ സൈക്കിള് പോലെ അവർക്കൊരു ശാരീരികമായിട്ടുള്ള പ്രത്യേകം ആ സമയത്ത് മാത്രമേ ഇത് മേറ്റിങ്ങിൽ, ആ സമയത്ത് മാത്രമേ ഇത് അനുവദിക്കുള്ളൂ മേറ്റിങ്ങിൽ.
ആനയുടെ ഒരു ഗർഭകാലം എന്ന് പറഞ്ഞാൽ 21 മാസമാണ്. 21 മാസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തിയിട്ട് ആനയുടെ ഒരു ഡെലിവറി നടക്കുന്നു. ഡെലിവറി നടക്കുന്ന ആ ഒരു ആനക്കുട്ടിക്ക് തന്നെ ഏകദേശം ഒരു 100 കിലോയോളം വെയിറ്റ് ഉണ്ടാകും. മാത്രമല്ല ഇത് ഏഷ്യൻ ആനകൾ എപ്പോഴും ഡേ ടൈമിൽ ഡെലിവറി നടക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പിന്നെ അതുപോലെ തന്നെ ആനയുടെ ഇപ്പം ടെസ്റ്റിക്കിൾസ് എപ്പോഴും നമ്മൾ നിയർ ഒരു തേങ്ങയുടെ അത്രയും വലിപ്പമുണ്ട്. ആ ദൈവത്തിന്റെ ആ മഹത്തായ ഒരു സൃഷ്ടി നോക്കിക്കുക, മറ്റെല്ലാ ജീവികളുടെയും ടെസ്റ്റിക്കിൾസ് ശരീരത്തിന്റെ പുറത്തായിരിക്കുമ്പോൾ ആനയുടെ ഉൾവശത്ത് കൊടുത്തിരിക്കുക. അത് ഇത്രയും വലിയ ജീവിയുടെ ഇത്രയും വലിയ ടെസ്റ്റിക്കിൾസ് ഈ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ കമ്പിലും കോലിലും ഒക്കെ തട്ടി അതുപോലെ ടെൻഡർ വൈറ്റൽ ഓർഗൻ ആയിട്ട് അതിന് ക്ഷതമൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ഇതൊക്കെ അകത്ത് വെച്ചിരിക്കുക. അതാണ് ആ സൃഷ്ടിയുടെ ഓരോ ജീവികളുടെ ഒരു സൃഷ്ടിയുടെ ഒരു പ്രത്യേകത. ആനയുടെ പെനിസോ അതെ ഇറക്റ്റ് ആ ഒരു സമയത്ത് മാത്രമേ പുറത്തേക്ക്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനൊക്കെ കാട്ടിലൂടെ വിഹരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മുട്ടിയിട്ട്. അതുപോലെ തന്നെ ആനയുടെ ഈ നഖങ്ങൾ 18 നഖങ്ങളാണ് ആനയ്ക്കുള്ളത്. 5 ജോഡി മുന്നിലും 4 ജോഡി പിന്നിലും. ഇതൊക്കെ നോക്കിയിട്ട് ആനയുടെ വിദഗ്ധന്മാർ ഇതിന്റെ ഈ ലക്ഷണങ്ങളൊക്കെ പറയും. അതിന്റെ ഇടയിലാണ് ശരിക്കും സെറ്റ് ഗ്ലാൻസ്. ആനയ്ക്ക് വിരലുകളുണ്ട്, പക്ഷെ നമ്മൾ പുറത്തേക്ക് കാണില്ല. അതകത്ത് ആ നഖങ്ങളുടെ പുറകിൽ വിരലുകൾ കാലിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ആനയുടെ തൂക്കം വെയിറ്റ് കണക്കാക്കുന്നതും നമുക്കിപ്പോൾ ആനയെ ഒരു വെയിങ് മെഷീനിൽ കയറ്റി നിർത്തിയിട്ട് അതിന്റെ അങ്ങനെ നിർത്തിയിട്ട് ആ വെയിറ്റ് പ്രൊപ്പോർഷനറ്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ ഈ മുന്നിലുള്ള ഡയമീറ്ററും പിന്നിലുള്ള ഡയമീറ്ററും വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് ആനയ്ക്ക് അങ്ങനെ വെയിറ്റ് കണക്കാക്കാനും. ഈവൻ ആനയുടെ ഹൈറ്റ് പോലെ മുൻകാലിന്റെ ഡയമീറ്റർ 2 കാലിന്റെ എടുത്ത അതായിരിക്കും ആനയുടെ പൊക്കം. അല്ലാതെ നമുക്ക് ഒരുപക്ഷെ ആനയുടെ ഉയരം കണക്കാക്കാനായിട്ടുള്ള ക്വിക്കായിട്ട് കണക്കാക്കാൻ പറ്റിയ ചില കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ആനയുടെ ശരിക്ക് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഇതിനൊരിക്കലും കോൺസ്റ്റിപ്പേഷൻ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിന് എല്ലാ സാധനങ്ങളും ശർക്കരയും ഇത് റിയലി ഇതിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇലകളും മരത്തിന്റെ തോലുകളും കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു നടന്നിട്ട് കഴിക്കുന്ന ഭക്ഷണം. പക്ഷേ ഈ ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകം ഹൈജീനിക് പ്ലേസിൽ നിന്ന് മാത്രമേ ഇത് ഭക്ഷണം കഴിക്കുകയുള്ളൂ. അല്ല അൺഹൈജീനിക് പ്ലേസിൽ നിന്ന് ഒരിക്കലും ഇത് ഇതൊന്നും കഴിക്കും. അപ്പൊ ഈ നാട്ടിൽ വന്നിട്ട് നമ്മൾ ഇതിന് ഒരുപാട് അഡീഷണൽ ഫുഡ് ശർക്കരയൊക്കെ കൊടുത്തിട്ടാണ് കോൺസ്റ്റിപ്പേഷൻ പോലെ വന്ന് എരണ്ടക്കെട്ടെന്ന് പറയാം. എരണ്ടക്കെട്ട് വന്നാൽ സാധാരണ സ്വാഭാവികമായിട്ടും ഇത് രക്ഷപ്പെടാനുള്ള സാധ്യത നന്നേ കുറവാണ്. എന്നുവെച്ചാൽ അത്ര അതിന്റെ ഇൻഡസ്ട്രീന്റെ പ്രത്യേകതകളുണ്ട്. 150 അടി നീളമുള്ള ഇൻഡസ്ട്രീന്റെ പ്രത്യേകതകൾ. മാത്രമല്ല ആനയുടെ ഈ ലിവറും ഒക്കെ വളരെ സൈസ് ഏറ്റവും വളരെ വലിപ്പമുള്ള ഒരു ജീവിയാണ്. ഡോക്ടർ, നമ്മളിപ്പോ ഒത്തിരി കുറെ ബുക്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അത് നോക്കിയപ്പോ ആനയ്ക്കൊണ്ടൊരു കഥ പറയാന്ന് പറഞ്ഞൊരു വലിയ ബുക്ക് ഇരിക്കുന്നുണ്ട്. സത്യത്തിൽ ആനകൾക്ക് കഥ ഒരുപാട് പറയാൻ, ആനകൾക്ക് മനസ്സിന് ഒരുപാട് കഥകൾ പറയുന്നത്. സംസാരിക്കാത്തതുകൊണ്ടാണ് ആനകൾ പറയുന്നത്. എന്താ ബുക്കിനകത്ത് പ്രതിപാദിക്കുന്നത്? ഇതിനകത്ത് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ആനകളെ കുറിച്ചുള്ള അത്യാവശ്യം കുറച്ച് ആനകളെ കുറിച്ചുള്ള അവരുടെ പ്രത്യേകതകളും അവരുടെ രീതികളൊക്കെ. അതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് കണ്ടംപള്ളി ബാലനാരായണൻ എന്ന് പറഞ്ഞ ആനയുണ്ട്. അത് ഈ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആന, കേരളത്തിലെ നിന്നല്ല ഏഷ്യൻ ആനകൾ, ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആനയാണ്. അപ്പൊ ആന ചരിഞ്ഞു. ഇപ്പൊ നിലവിൽ ആന ജീവിച്ചിരിക്കില്ല. അത് അതിന്റെ അന്ത്യം ഒരു ദാരുണമായിരുന്നു. ഒരു ലോറിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ലോറിയിൽ നിന്ന് താഴത്ത് വീണിട്ട് ബാക്ക് സൈഡ് നടുവടിച്ച് റോഡിൽ വീണിട്ട് അങ്ങനെ വളരെ ദാരുണമായിട്ട് മരിച്ച ഒരു ആനയാണ്. മരിച്ചെന്നില്ല, ചെരിഞ്ഞ ഒരു ആനയാണ്. അപ്പൊ ആനയുടെ ഒരു പ്രത്യേകത, അതിന്റെ ആ ആന ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമായിരുന്നു. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ വീട്ടിലെ ഒരു അമ്മുമ്മയായിരുന്നു. ആ അമ്മുമ്മയുടെ അടുത്ത് ചോറുണ്ണാനായിട്ട് ആന തുമ്പിക്കയായിട്ട് അടുക്കള ഭാഗത്ത് ചെല്ലും. അവരിങ്ങനെ ചോറ് ഉരുട്ടി കൊടുക്കും. ആ അമ്മുമ്മ ഹോസ്പിറ്റലിലായി കുറച്ച് ദിവസം അഡ്മിറ്റായി. അപ്പൊ ആന ഒന്നും കഴിക്കുന്നില്ല. ഇവര് കൊണ്ട് കൊടുത്താലേ കഴിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇത് വന്ന് പിന്നെ ഈ ആനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷമാണ് ഈ ആന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതൊക്കെ അത്ര രസകരമായിട്ട് തോന്നി. ഞാൻ ആനയെ പോയി കണ്ടിരുന്നു. അതിന്റെ ശാരീരികമായ ഭംഗിയേക്കാൾ ഉപരി അതൊരു ഒട്ടകത്തിന്റെ ഒരു ഉയരം കൂടുതൽ, മുൻകാലിനൊക്കെ ഉയരം കൂടുതലായിരുന്നു. അപ്പൊ അങ്ങനെ ഏറ്റവും ഉയരം കൂടിയ നാട്ടാന ആയിരുന്നു അത്. ഈ ഗുരുവായൂർ കേശവനെ കുറിച്ച് ഒരുപാട് ദൈവത്വമുള്ള ആന, അപ്പൊ അതിന്റെ ഭൗതികമായിട്ടുള്ള ഒരു ലെവലിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? സാധാരണ ആനകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഗുരുവായൂർ കേശവൻ. ഈ ഗുരുവായൂരപ്പനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആന. അത് സാധാരണ ആനകളിൽ നിന്നൊക്കെ വളരെ ചിന്തിക്കുന്ന, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന
ആനയെന്നൊക്കെ ഉള്ളത്. അത് റോഡരിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ആന നടന്നു പോയപ്പോൾ ആ കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് വെച്ചിട്ട് അത് നടന്നുപോയി. അത്രത്തോളം അങ്ങനെ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരാനയാണ്. അത് മാത്രമല്ല അതൊരു ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു എന്നും ആന ചെരിഞ്ഞ് തന്നെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയിരുന്നിട്ട് തുമ്പിക്കൈ ഉയർത്തി അവിടെ അങ്ങനെ ചെരിയുകയായിരുന്നു. അന്നൊക്കെ അത് സൂപ്പർ സ്റ്റാർ ആനകളുടെ ഒരു ദൈവികത്വം ശരിക്കും ഐരാവതത്തിന്റെ അവതാരമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആനയാണ് വൈക്കത്ത് പഴയ പുരാതന കാലത്തുണ്ടായിരുന്ന വൈക്കം ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു ആന. അതിന്റെ ചിത്രം വൈക്കത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വൈക്കം ഗംഗാധരന്റെ ഒരു പ്രത്യേകത അതിന് 4 കൊമ്പുണ്ടായിരുന്നു. അതിന്റെ ഈ കൊമ്പിന്റെ അടിയിൽ ചക്കക്കുരുവിന്റെ വലിപ്പമുള്ള 2 കൊമ്പുകൾ. അങ്ങനെ 4 കൊമ്പുള്ള ആന എപ്പോഴും ഐരാവതത്തിന് തുല്യമാണെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിയുള്ള ആന. ഈ ബൗദ്ധിക ലെവൽ എന്ന് പറയുമ്പോൾ ആനയുടെ ബ്രെയിനിന് മാത്രം ഉള്ളൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റ് കുട്ടിക്കാലത്ത് തന്നെ കഴിയും. ബാക്കിയൊക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ ആനയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അതിന്റെ അവസാന കാലം വരെയുണ്ട്. അതുകൊണ്ടാണ് ആനയെ നമ്മളൊരു ആനയെ വാങ്ങിച്ചു, ആനയുടെ മുൻപിലുള്ള പേര് വേറെ ആയിരിക്കും. വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇടുന്ന പേര് ആന അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരിക്കലും നമ്മുടെ പേര് കുട്ടിക്കാലത്തുള്ള പേര് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആനയ്ക്ക് അങ്ങനെയല്ല. ആനയ്ക്ക് ആ ബ്രെയിൻ ഡെവലപ്മെന്റ് കൊണ്ട് അതിന്റെ ശീലങ്ങളും ഒക്കെ മാറ്റാൻ പറ്റും. അത് ആനയ്ക്ക് മാത്രമുള്ള, ഈ ലോകത്തിൽ ആനയ്ക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ്. അതാണ് ഈ ആനയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആനകളിൽ ഒരുപക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആനകളിലൊന്നാണ് പാമ്പാടി രാജൻ. ഇപ്പോൾ അസുഖമൊക്കെ ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞു. അത് എത്രയും പെട്ടെന്ന് റിക്കവറായി നമ്മുടെ ഇടയിലേക്ക് വീണ്ടും എഴുന്നള്ളി ആ ഒരു പ്രൗഢിയോടെ തന്നെ എഴുന്നള്ളി വരട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആനയ്ക്ക് മതം പൊട്ടുന്നതിന് ഇങ്ങനെ ഒരു സമയം അങ്ങനെയുണ്ടോ? ചൂട് കൂടുന്ന സമയം അങ്ങനെയൊക്കെ ഉണ്ടോ? അതിന്റെ മീറ്റിംഗ് സീസണുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പല ആനകൾക്കും പല സമയത്താണ്. എങ്കിലും താരതമ്യേന ഇപ്പൊ ചൂട് കൂടിയ ഒരു സമയമാണ്. ഈ സമയത്ത് അതിന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ സെറ്റിങ്ങിന്റെ അഭാവമുണ്ട്. അപ്പൊ എങ്കിലും ഈ മതപ്പാടിന്റെ സമയത്ത് ഒരു വലിയൊരു പ്രത്യേകതയുള്ള ആനയുണ്ട്. കാരണം ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന് പറഞ്ഞ ആന മതപ്പാടിന്റെ സമയത്ത് പോലും എഴുന്നള്ളിക്കും. അത് വലിയൊരു അത്ഭുതമാണ്. അതിന്റെ ഇങ്ങനെ മതജലം ഇങ്ങനെ ഒഴുകി വരുമ്പോ പോലും അത് വയലന്റ് ആകില്ല. അത് ഓരോ ആനകളുടെ ഒരു പ്രത്യേകത. മാത്രമല്ല നമ്മൾ എത്ര മരിക്കാനും ഈ ജീവിയുടെ ഒരു പ്രത്യേകത, എത്ര സ്നേഹിച്ചാലും എത്ര ചേർത്ത് നിർത്തിയാലും ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു ടെൻഡൻസി കാടിന്റെ ഉള്ളിലേക്ക് പോകാനാണ്. അത് എപ്പോഴും ഇപ്പൊ കാട്ടിലുള്ള ആനകൾ ഇപ്പൊ നാട്ടിലേക്ക് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഈ ചൂടും നമ്മുടെ താപനിലയുടെ ഒക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ ആകും. ഇതിന്റെ വെള്ളത്തിന്റെ ഒരു അഭാവമാകും. അപ്പൊ അങ്ങനെ വെള്ളം ഉള്ള സ്ഥലത്തേക്ക് അത് തേടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു ക്യാരക്ടറൊക്കെ ഇപ്പൊ ഒരു വ്യത്യാസം വരുമല്ലേ ക്ലൈമറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അതുകൊണ്ടൊക്കെ ആകാം ഒരു പക്ഷേ ആനകൾ നാട്ടിലേക്കൊക്കെ ആക്രമിച്ചു വരുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ എന്നും തന്നെ കേൾക്കാം. അതുപോലെ ഉത്സവപ്പറമ്പുകളിലും ആനകൾ ഇടയുന്നു, ആനകൾ ഇടഞ്ഞ് അക്രമം ഉണ്ടാക്കുന്നു എന്നുള്ള ഇത്രയും വലിയൊരു ജീവി ഇത്രയും ചെറിയൊരു മനുഷ്യന്റെ അധീനതയിൽ കൊണ്ടുനടക്കുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാത്തത് കൊണ്ട് തന്നെയാണ് അതിന്റെ വലിയ കാരണം. ഈ ആനകളുടെ അനാഥാലയം എന്നും പറഞ്ഞ് എവിടെയുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് ഡോക്ടർ പറയാമോ? ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിലെ പിനാവാലിയിൽ ആനകളുടെ അനാഥാലയം എന്ന് പറഞ്ഞാൽ ഇപ്പോ അച്ഛനമ്മയും ചെരിഞ്ഞ, അതായത് LTT ആക്രമണത്തിൽ ഒരുപാട് ആനകൾ ആ കാലത്ത് ശ്രീലങ്കയിലൊക്കെ ചെരിയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ കുട്ടികൾ കാലുപോയ ആനകൾക്കൊക്കെ വെപ്പുകാല് കൊടുത്തിട്ട് ഈ പിനാവാലി ആന സംരക്ഷണ കേന്ദ്രം, അവിടെ 60-ലേറെ ആനകൾ, 60 അല്ല അതിലേറെ ആനകളുണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു സിനിമയിൽ പറഞ്ഞിട്ടില്ല, ആനയെ മേയാൻ വിട്ടിരിക്കുവാണെന്ന്. അതുപോലെയാണ് അതിന് കൂച്ചുവലങ്ങോ നടവലങ്ങോ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. 2 ആളുകളാണ് അതിന് നിയന്ത്രിക്കുന്നത്. വെറുതെ സാധാരണ ഒരു വടി കൊണ്ട് ഇതിനെ രാവിലെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നു, തിരികെ കൊണ്ടുവരുന്നു. ഇതിങ്ങനെ ഒരു പ്രദേശത്ത് ജാഫ്നയുടെ അടുത്തുള്ള പിനാവാലി. അപ്പൊ ഇവിടെ ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ അവർ കൊമേഴ്സ്യൽ വൽക്കരിച്ചിരിക്കുക. അതൊരു വിസിറ്റിംഗ് പ്ലേസ് തന്നെ. അത് കാണാൻ തന്നെ ആളുകൾ പോകുന്നുണ്ട്. അവിടുത്തെ ആനപ്പിണ്ടത്തിൽ നിന്ന് അതിന്റെ നാരുകൾ വേർതിരിച്ചിട്ട് അത് വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും. അതൊരു അപൂർവമായ ഒരു സംഗതികളൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉള്ള ആനയുടെ ഒരു അനാഥ കേന്ദ്രമുണ്ട്. ഇപ്പൊ ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കണ്ടോ, ഇത് ഒരുപാട്, അതായത് കടല് പോലെ എന്ന് പറയാം, ആനയുടെ വലിപ്പത്തെക്കാൾ ഏറെ കാര്യങ്ങളും ആനയെ കുറിച്ചുള്ള വിശേഷങ്ങളും ഡോക്ടറുടെ അടുത്തുണ്ട്. പക്ഷെ അത് മുഴുവൻ കാണിക്കാന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഡോക്ടർക്ക് നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ആനയേക്കാൾ ഒന്നും ആയിട്ടില്ല. ആനയെ കുറിച്ചുള്ള അറിവുകൾ ഇത്രയൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും നമുക്ക് ഇപ്പൊ സമയപരിമിതി ഇനി പിന്നീട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ആനകളെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം.
അപ്പം ആനയോടുള്ള സ്നേഹവും ആനയോടുള്ള പ്രേമവും ഒന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ആളുകളിലുള്ള ഒരു ഭ്രമവും ഹരവും ഒക്കെ കൂടി വരുന്നതല്ലാണ്ട് ഒരിക്കലും കുറയില്ല. അത് അപ്പം ആനയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെയാണ്. പക്ഷെ സമയപരിമിതി കൊണ്ട് നമ്മളിവിടെ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്